അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കുന്ന, തൃപ്തിയുള്ളതാക്കി തീർക്കുന്ന, നിർഭയത്വമുള്ളതാക്കി തീർക്കുന്ന, ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്രദമാക്കി തീർക്കുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വളരെ ചെറിയ വാക്കുകളിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. അത്തരത്തിൽപ്പെട്ട 15ഓളം ആയത്തുകളിലെ ആശയങ്ങൾ, 15ഓളം കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് സൂറത്തു അൽ ബഖറയിലെ 148-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്തബിഖുൽ ഖൈറാത്ത്. ഫസ്തബിഖു അൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈറുകൾ, നന്മകൾ, പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മത്സരം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്സാഹം എങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാം, എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാം, എന്തൊക്കെ നന്മകൾ കൂടുതൽ നേടിയെടുക്കാം എന്നതായിരിക്കണം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളെ കൊണ്ടുവരും. ഖിയാമത്ത് നാളിൽ, മഹ്ശറിൽ അല്ലാഹു കൊണ്ടുവരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് മഹ്ശറിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അന്ന് വിജയിക്കാൻ, അന്ന് രക്ഷപ്പെടാൻ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക എന്ന് മാത്രമല്ല, ഫസ്തബിഖു, ഇസ്തബഖ എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നേറുക. മറ്റൊരാൾ ഒരു നന്മ ചെയ്യുന്നത് കണ്ടാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടി മത്സരിക്കുക. മറ്റെല്ലാവരേക്കാളും ഞാൻ മുൻപിലായിരിക്കണം എന്ന് ചിന്തിക്കുക. എല്ലാ നന്മകളിലും ഞാൻ ആദ്യമെത്തണം എന്ന് ചിന്തിക്കുക. അതിനാണ് ഖൈറിൽ മുൻകടക്കുക, മത്സരിക്കുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ആ നിലക്ക് നമ്മൾ പരലോകത്തേക്കുള്ള നന്മകൾ ശേഖരിക്കാൻ മെനക്കെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഖൈറാത്തുകൾ ഉണ്ടാകും, ബറക്കാത്തുകൾ ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. രണ്ടാമത് സൂറത്തു അൽ ബഖറയിലെ തന്നെ 153-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, ഇസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണം, ബിസ്സബ്രി, ക്ഷമയിലൂടെയും, വസ്സലാഹ്, നമസ്കാരത്തിലൂടെയും, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. ഇസ്തിആനകളിൽപ്പെട്ട, സഹായതേട്ടങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ 2 വിഷയങ്ങളാണ്. ഒന്ന് അസ്സബ്ർ, ക്ഷമയും, മറ്റൊന്ന് സ്വലാത്തും, നമസ്കാരവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ പെട്ടെന്ന് തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നാണ്. നിർബന്ധ നമസ്കാരമാണെങ്കിൽ അതിന് ധൃതി കാണിക്കും. നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയമല്ലെങ്കിൽ സുന്നത്തായ മറ്റ് നമസ്കാരങ്ങൾ അതിൻ്റെ സമയമാണെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ വുളു എടുത്ത് വുളുവിൻ്റെ 2 റക്അത്ത് നമസ്കാരം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു ഉത്കണ്ഠയോ ഒരു ബേജാറോ ഒരു പ്രശ്നമോ വന്നാൽ വേഗം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം നമസ്കാരം വളരെ വലിയ ഒരു ദുആ ആണ്, വളരെ വലിയ ഒരു ഇസ്തിആനയാണ്, വളരെ വലിയ ഒരു ഇസ്തിഗാസയാണ്. അതേപോലെ മുസീബത്തുകൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ എല്ലാം ഉണ്ടാകാം. പക്ഷേ അവിടെ ക്ഷമിക്കൽ ഇസ്തിആനയാണ്. ക്ഷമിക്കുക അതൊരു സഹായതേട്ടമാണ്. ക്ഷമകേട് കാണിച്ചാൽ അത് അതിനെതിരാണ്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത്, ഒന്ന് നന്നായി ക്ഷമിക്കുക, രണ്ട് നമസ്കരിക്കുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അള്ളാഹുവിൻ്റെ സഹായം ക്ഷമാലുക്കളുടെ കൂടെയാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, റബ്ബിൻ്റെ സഹായമുണ്ടാകും, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആശ്വസിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് സൂറത്തു അൽ മആരിജിലെ 5-ാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്ബിർ സബ്റൻ ജമീല. ചെറിയൊരായത്താണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പഠിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. ഫസ്ബിർ സബ്റൻ ജമീല, ഭംഗിയായി ക്ഷമിക്കുക എന്നാണ്. അഥവാ സുദീർഘമായ കാലയളവ് ക്ഷമിക്കുക. എത്ര കാലം ക്ഷമിക്കേണ്ടി വന്നാലും. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായി കിടന്നു, പക്ഷേ അദ്ദേഹം ധാരാളമായി ക്ഷമിച്ചു. ക്ഷമകേട് കാണിക്കുന്ന ഒന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. വർഷങ്ങളോളം രോഗിയായി കിടന്നിട്ടും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും വർഷങ്ങളോളം മക്കളുണ്ടായിരുന്നില്ല, പക്ഷെ അവർ ഭംഗിയായി ക്ഷമിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം പ്രബോധനം ചെയ്തു. 950 കൊല്ലം ആ സമൂഹം വളരെ മോശമായ നിലക്ക് അദ്ദേഹത്തോട് പെരുമാറി. എങ്കിലും അദ്ദേഹം സുദീർഘമായ കാലയളവ് ക്ഷമിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് പോലും. ലോകത്ത് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടത് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഞാനാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസ്ബിർ, ക്ഷമിക്കുക. എങ്ങനത്തെ ക്ഷമ? സബ്റൻ ജമീല, ഭംഗിയായി ക്ഷമിക്കുക, മനോഹരമായി ക്ഷമിക്കുക. ക്ഷമക്ക് അതിൻ്റെതായൊരു ബ്യൂട്ടി ഉണ്ട്. ആ നിലക്ക് ക്ഷമിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഭംഗിയുണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു ഭംഗിയുണ്ടാകും. പരലോകത്തെ പ്രതിഫലത്തിന് അതിനേക്കാൾ ഭംഗിയുണ്ടാകും. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കാതെ നൽകുന്നതാണ്. നാലാമത്തത് സൂറത്തു യൂസുഫിലെ 87-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗലായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബെന്യാമീനിനെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അന്വേഷിക്കാൻ വേണ്ടി മറ്റു സഹോദരങ്ങളെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ബനി യദ്ഹബു ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, എൻ്റെ മക്കളെ നിങ്ങൾ പോവുക, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കുക. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. നോക്കൂ, ഈ ഒരു ചെറിയ ശകലം, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളല്ലാതെ അള്ളാഹുവിൽ നിന്നൊരാശ്വാസം വരുന്നതിനെ സംബന്ധിച്ച് നിരാശപ്പെടുകയില്ല. അപ്പോൾ റബ്ബിൽ നിന്നൊരാശ്വാസം വരും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ളൊരാശ്വാസം വരുമെന്ന് പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, പരിപൂർണമായും പ്രതീക്ഷ അള്ളാഹുവിൽ നിന്ന് എടുത്തു കളയൽ കുഫറാകുന്നു. അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തിന്മയാണത്. ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. അതാണ് ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അത് കാഫിറുകളാണ്, സത്യനിഷേധികളാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക. വിശ്വാസികൾക്കൊരിക്കലും അതുണ്ടാകാൻ പാടില്ല. ഈ തത്വം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ നല്ല ഒരു അവസ്ഥ വരുമെന്നുള്ള പ്രതീക്ഷയായിരിക്കണം വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്നെ കൈവിടുകയില്ല എന്ന ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ മറ്റൊരു വചനമാണ് സൂറത്തു ശറഹിലെ 5-6 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും. ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും. ഇത് വിശ്വാസികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഒരു എളുപ്പത്തിൻ്റെ കൂടെ ഒരു പ്രയാസമുണ്ടാകും എന്നല്ല പറഞ്ഞത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വാക്കുകളിൽ ആശ്വാസമാണത്. നിങ്ങൾക്കൊരു എളുപ്പമുണ്ടായാൽ ഉടനെ ഒരു പ്രയാസമുണ്ടാകുമെന്ന് പറയുമ്പോൾ അത് സന്തോഷമാണോ നൽകുന്നത്, അതല്ല ഉത്കണ്ഠയാണോ നൽകുന്നത്? അത് ഉത്കണ്ഠയാണ് നൽകുന്നത്. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വരാനിരിക്കുന്നത് സ്വർഗമാകുന്ന യുസ്റാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
മരണം ആശ്വാസമാണ്. അതിനുശേഷം അങ്ങോട്ടുള്ളത് സ്വർഗീയമായ യാത്രകളാണ്. ബർസഖി ലോകത്തും മഹ്ശറിലുമൊക്കെ അവർക്ക് സ്വർഗീയ യാത്രകളാണ്. സ്വർഗത്തിലെത്തിപ്പെടുന്നതുവരെ, പിന്നീട് നാം കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റിളുവാൻ നേടിയെടുക്കുന്നതുവരെ. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ ഉസ്റാണെങ്കിലും പിന്നീട് അതിന് ശേഷം വരുന്നത് എന്താണ്? യുസ്റാണ്. അതേപോലെ തന്നെ ഈ ജീവിതത്തിൽ തന്നെ മരിക്കുന്നതിന് മുമ്പ് ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്ത് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ആശ്വാസം നൽകുന്നതാണ്. സൂറത്തു ത്വലാഖിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, ഒരു ബുദ്ധിമുട്ടിന് ശേഷം അള്ളാഹു ഒരു എളുപ്പമുണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ നീങ്ങും, പ്രയാസങ്ങൾ മാറും, സന്തോഷവും ആഹ്ലാദവും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന പ്രതീക്ഷ വെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അടുത്തത് സൂറത്തു അൽ അൻആമിലെ 152 ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിപൂർവം സംസാരിക്കണം, അത് നിങ്ങളോട് ഏറ്റവും അടുത്തവർ ആണെങ്കിലും. എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ നീതി പാലിക്കണം. ആളുകൾക്ക് പലപ്പോഴും കൂട്ടിപ്പറയാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. അതേപോലെ തന്നെ സത്യം മനസ്സിലാക്കാതെ സംസാരിക്കുക, ഉള്ളതിനേക്കാൾ കൂടുതൽ പറയുക. ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിക്കുക, ശത്രുവാണെങ്കിൽ എതിരായി സംസാരിക്കുക. ഇതൊക്കെ മനുഷ്യൻ്റെ പല ദുർബലതകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ പാടില്ല. വഇദാ ഖുൽതും, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഫഅദിലു, നീതിപൂർവം സംസാരിക്കണം, സത്യം മാത്രം പറയണം, കൂട്ടിപ്പറയരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്, ദുർവ്യാഖ്യാനിക്കരുത്, സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത്, ഒരാളുടെയും ഹക്കിൽ കുറവ് വരുത്തരുത്. പിന്നെ കാര്യങ്ങൾ കൃത്യമായി നീതിപൂർവം സംസാരിക്കുക. സത്യം പറയലും നീതിപൂർവം സംസാരിക്കലും രണ്ടും രണ്ടാണ്. സത്യം പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല, നീതിപൂർവം സംസാരിക്കാൻ ഒരുപാട് പഠിച്ചതിന് ശേഷമേ പറ്റുള്ളൂ. ഒരാൾക്ക് കണ്ടത്, താനൊരു സത്യം കണ്ടു അല്ലെങ്കിൽ താനൊരു സത്യം കേട്ടു, അത് ഹക്കാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ഹക്കാണ്, ആ ഹക്ക് അയാൾക്ക് പറയാം. പക്ഷെ നീതിപൂർവം സംസാരിക്കണമെങ്കിലോ ആ കണ്ടത് മാത്രം പോരാ, അതിനപ്പുറത്തുള്ള അന്വേഷണം വേണം. കേട്ടത് മാത്രം പോരാ, അതിനപ്പുറത്തുള്ള അന്വേഷണം വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു ഫാസിഖായ ഒരാൾ ഒരു വാർത്തയുമായി വന്നാൽ ഫതബയ്യനു, നിങ്ങൾ ക്ലിയറായത് അന്വേഷിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, അറിവില്ലാതെ ഒരു സമൂഹത്തോട് മോശമായി നിങ്ങൾ പെരുമാറാതിരിക്കാൻ. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, പിന്നീട് നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഓർത്ത് പിന്നെ നിങ്ങൾ ദുഃഖിക്കും, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം സത്യം മനസ്സിലാക്കാതെയാണ് ഞാൻ ചെയ്തത്. ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നീതിപൂർവ്വം സംസാരിക്കും, വലിയ അമാനത്താണത്. വൈദാ ഖുൽതും ഫഅദിലു, പ്രത്യേകിച്ച് രണ്ടാളുകൾക്കിടയിൽ നീതി പറയുന്നിടത്ത്, ഹുക്മ് പറയുന്നിടത്ത്, വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, ഏറ്റവും അടുത്തവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും നീതി വിട്ട് സംസാരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരായത്ത് സൂറത്തു അൻ-നിസായിലെ 19 ആയത്താണ്. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഇണകളോട്, ഭാര്യമാരോട് വളരെ നല്ല നിലക്ക് പെരുമാറണം. മുആശറത്ത്, അവരോടുള്ള നിങ്ങളുടെ സമീപനം വളരെ നല്ലതായിരിക്കണം. മഅറൂഫ് എന്നാണ് പറഞ്ഞത്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ. ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മയും അതിനു പുറമെ ഒരു നാട്ടിൽ നന്മയായി കരുതുന്നതെന്തോ അതെല്ലാം അതിൽ ഉൾപ്പെടും. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഒരു നാട്ടിലെ നല്ല കാര്യങ്ങൾ, അതും മഅറൂഫിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് പെരുമാറണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു തരികയാണ്. എല്ലായ്പ്പോഴും നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളാണോ ഇണകളിൽ നിന്നുണ്ടാവുക? ഒരിക്കലുമല്ല. നമുക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് അവരോട് ഏതെങ്കിലും നിലക്ക് വെറുപ്പ് തോന്നിയാൽ, ഫഅസാ അൻ തക്റഹു ഷൈഅ, നിങ്ങളൊരു കാര്യത്തെ വെറുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവളിൽ കണ്ട ഒരു കാര്യത്തെ നിങ്ങൾക്ക് അതിനോട് പ്രത്യക്ഷത്തിൽ വെറുപ്പ് തോന്നും. പക്ഷേ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അതിൽ അല്ലാഹു ധാരാളം നന്മകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും.
നമുക്കറിയില്ല. നമുക്കറിയില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ച് നമ്മുടെ കുടുംബജീവിതത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സംരക്ഷിച്ച് നിർത്തുന്നത്. അതിൽ ഭർത്താവിൻ്റെ പെരുമാറ്റം, ഭാര്യയുടെ പെരുമാറ്റം, പ്രത്യക്ഷത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷം തോന്നിയാലും ചിലതിൽ ധാരാളം ഖൈറുണ്ടാകും. വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ എന്നല്ല പറഞ്ഞത്, ഖൈറൻ കസീറ, ധാരാളം നന്മകളുണ്ടാവും. നമ്മുടെ ഇണകളുടെ ഒരു പെരുമാറ്റം നമുക്ക് ചിലപ്പോൾ നല്ലതല്ല എന്ന് തോന്നാം, പക്ഷേ ആ ഒരു പെരുമാറ്റം കൊണ്ട് വീട്ടിൽ വേറൊരുപാട് ഖൈറുണ്ടായിട്ടുണ്ടാവും. നമ്മളറിയില്ല, റബ്ബിനാണത് അറിയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറുക. ഇഷ്ടക്കേടുള്ള വല്ലതും ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? താറുമാറാക്കരുത്, തകരാറിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയായ പുരുഷനും വിശ്വാസിനിയായ തൻ്റെ ഭാര്യയെ വെറുക്കരുത്, ആട്ടിയകറ്റരുത്. അവളിലെ ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ മറ്റൊരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. മനുഷ്യൻ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തെ വളരെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് സൂറത്തു നിസായിലെ 19. മറ്റൊരു വചനമാണ് സൂറത്തു ഫുസ്സിലത്തിലെ 34-ാമത്തെ ആയത്ത്. സൂറത്തു ഫുസ്സിലത്തിലെ 34 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെ ആവൂല. തെറ്റ് തെറ്റാണ്, നന്മ നന്മയാണ്, ഇത് സമമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കുക. നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക എന്നല്ല പറഞ്ഞത്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ആ പ്രയോഗം അറബി ഭാഷ മനസ്സിലാക്കിയാൽ മനസ്സിലാകും, അത് വല്ലാത്തൊരു പ്രയോഗമാണ്. പരിശുദ്ധ ഖുർആനിൽ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ എന്ന് മറ്റൊരു അധ്യായത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അഥവാ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക. നല്ലതുകൊണ്ട് എന്നുമല്ല പറഞ്ഞത്, അഹ്സൻ, അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് നമ്മളോട് മോശമായി പെരുമാറിയ ഒരാളോട് ഏറ്റവും നല്ല നിലക്ക് തിരിച്ചു പെരുമാറുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിനക്കും ആർക്കുമിടയിലാണോ ഒരു ശത്രുത ഉള്ളത്, ആ ശത്രു കഅന്നഹു വലിയുൻ ഹമീം, നിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറും. ശത്രു വലിയ എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ്, അതിൻ്റെ കൂടെ ഹമീം എന്ന് ചേർത്തു. ഹമീമിൻ്റെ അർത്ഥം നമ്മൾ തഫ്സീർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹമീമിൻ്റെ അർത്ഥം? നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓടി ഒളിക്കുന്ന കൂട്ടുകാരനല്ല, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ. ഒരു ശത്രു ആ അവസ്ഥയിലേക്ക് മാറുന്നതാണ്. നമുക്ക് ഉപദ്രവം ഉണ്ടാവാൻ ആഗ്രഹിച്ച ആളാണല്ലോ ശത്രു. ആ ശത്രു നമുക്കൊരു ഉപദ്രവം ഉണ്ടാകുമ്പോൾ നമ്മെ ബ്ലോക്ക് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന ആളായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും അധികം നടപ്പിലാക്കിയ ഒരു കാര്യം ഇതായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടവരും അതിനുവേണ്ടി ഉറക്കമൊഴിഞ്ഞവരും അതിനുവേണ്ടി മീറ്റിംഗ് കൂടിയവരും പിന്നീട് നബിയെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ കൈകാര്യം ചെയ്യാൻ വാളെടുത്ത് നിൽക്കുന്നവരായി മാറി. അതാണ് ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, ആർക്കും നിങ്ങൾക്കുമിടയിലാണോ ശത്രുതയുള്ളത്, അവർ കഅന്നഹു വലിയുൻ ഹമീം, ഏറ്റവും അടുത്ത കൂട്ടുകാരനായി മാറുന്നത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരൊക്കെ നമ്മളോട് മോശമായി പെരുമാറിയാലും നാം അവരോട് ഏറ്റവും നന്നായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. കാരണം അള്ളാഹു തുടക്കത്തിൽ തന്നെ പറയുന്നത് നന്മയും തിന്മയും ഒരുപോലെയല്ല. തെറ്റ് ചെയ്തവനോട് അങ്ങനെ തന്നെ പെരുമാറിയാൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ട് നല്ല നിലക്ക് പെരുമാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊന്ന് സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ധാരാളം അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം, ഒട്ടനവധി 10-ലധികം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ഷിർക്ക് ചെയ്തിരുന്നെങ്കിൽ, അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നെങ്കിൽ അവർ ചെയ്ത മുഴുവൻ അമലുകളും ബാത്തിലായി പോകുന്നതാണ്. കാരണം ഷിർക്ക് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്ക് മഹത്തായ പാപമാണ്, വമ്പിച്ച പാപമാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നീ എങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിൻ്റെ അമലുകൾ ബാത്തിലായി പോകും എന്ന് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ഷിർക്കുകളിൽ നിന്നും നമ്മൾ മുക്തനാവണം. അതിൽ ചെറിയ ഷിർക്കും വരാൻ പാടില്ല, അഥവാ റിയാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള അമലുകൾ.
അതും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചെറുതും വലുതുമായ ഷിർക്കിൽ നിന്ന് മുക്തമായാലേ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മറ്റൊന്ന് സൂറത്തു അൻ-നൂറിലെ 54-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ തുതീഊഹു തഹ്തദൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വഇൻ തുതീഊഹു, നിങ്ങൾ പ്രവാചകനെ അനുസരിക്കുകയാണെങ്കിൽ തഹ്തദൂ, നിങ്ങൾക്ക് സന്മാർഗം കിട്ടും. ചെറിയ വാക്കാണ്, പക്ഷേ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ അസ്ല്. നമ്മുടെ ഹിദായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലാണ് ഹിദായത്ത്. ബിദ്അത്തുകളിൽ ഹിദായത്തില്ല, അത് ളലാലത്താണ്. സ്വന്തമായ അഭിപ്രായങ്ങളിൽ ഹിദായത്തില്ല, അത് ളലാലത്താണ്. മറിച്ച് ഹിദായത്ത് നബിചര്യയിലാണുള്ളത്. അതുകൊണ്ട് നബിയുടെ ചര്യയെ മുറുകെ പിടിക്കുക, ദേഹേച്ഛയെയും നാട്ടുനടപ്പിനെയും മറ്റുള്ളവരുടെ താല്പര്യങ്ങളെയും ഉപേക്ഷിക്കുക. സുന്നത്തിനെ മുറുകെ പിടിക്കാതെ ഒരാൾക്ക് ഹിദായത്തിൻ്റെ വഴിയിൽ എത്തിപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും, ഇല്ലെങ്കിലോ നിങ്ങൾ ളലാലത്തിലാകും. അതും വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ്. അതേപോലെ തന്നെ സൂറത്തു സൽസലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആണുമണി തൂക്കം നന്മയാരാണോ ചെയ്യുന്നത് അവർക്കത് കണ്ടെത്താൻ കഴിയും. ആണുമണി തൂക്കം തിന്മയാരാണോ ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ശിക്ഷയും കണ്ടെത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മിസ്ഖാൽ ദർറത്ത്, കടുകുമണിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ മൈന്യൂട്ടായ ഉറുമ്പിനോളം ചെറിയ ഒരു നന്മയാണെങ്കിലും അതിനെ നിസ്സാരമായി കളയരുത് എന്നാണ്. അത് നിസ്സാരമല്ല, അതിന് പ്രതിഫലമുണ്ട്. അത് വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, 10 ഇരട്ടിയാക്കി അള്ളാഹു ചിലപ്പോൾ വർദ്ധിപ്പിക്കും. ഇലാ സബ്ഇമിഅത്തി ളഅഫിൻ, പിന്നീട് 700 ഇരട്ടിയാക്കും. ഇലാ ളഅഫിൻ കസീറ, പിന്നെ 700നും മേലെ എണ്ണം പറയാത്തത്രയും. ഒരു ചെറിയ കടുകുമണിയോളമുള്ള അമലാണ് ഇത്രയുമായി മാറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറഞ്ഞതുപോലും ധാന്യമണി എന്നാണ്. ഒരു ധാന്യമണി 700 ധാന്യമണികളായി മാറുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് എത്ര ചെറിയ നന്മയും ജീവിതത്തിൽ സംശീകരിക്കുക. എത്ര ചെറിയ തെറ്റാണെങ്കിലും അതിനൊരു ശിക്ഷയുണ്ട്. അതിനൊരു ശിക്ഷ മാത്രമല്ല, ഏതൊരു തെറ്റും മറ്റൊരു തെറ്റിലേക്ക് വാതിൽ തുറക്കുന്നതാണ്. ആ നിലക്കാണ് അള്ളാഹു സംവിധാനിച്ചത്. പിന്നെ അത് വലിയ തിന്മകളിലേക്ക് മാറും. ആ വിഷയം നമ്മൾ സവിസ്തരം ഈ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ചെറിയ തെറ്റാണെങ്കിലും ഉപേക്ഷിക്കുക, എത്ര ചെറിയ നന്മയാണെങ്കിലും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വളരെ നല്ല ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരായത്താണ് സൂറത്തു അർ-റഅദിലെ 28-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസികൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് അവരുടെ മനസ്സ് സമാധാനമടയുന്നു. അറിയുക, റബ്ബിനെക്കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്. ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം, ധാരാളമായി ദിക്റുകൾ വർദ്ധിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട് നാം നമ്മുടെ ഖുത്ബയിലും മറ്റും സൂചിപ്പിച്ചു. അത് നമ്മുടെ മനസ്സിന് വലിയ സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകുന്നതാണ്. പരലോകത്തും ദിക്റുകൾ കൂടുതൽ ചൊല്ലിയ ആളുകൾക്കാണ് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനമെന്ന് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് സൂറത്തു അൻ-നാസിആത്തിലെ 37 മുതൽക്ക് 41 വരെയുള്ള വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅമ്മാ മൻ തഗാ, ആരാണോ അതിരുവിടുന്നത്, അഥവാ അള്ളാഹുവും റസൂലും നിശ്ചയിച്ച ബൗണ്ടറി മറികടക്കുക, വആസറൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തിന് പരലോകത്തേക്കാൾ മുൻതൂക്കം കൊടുക്കുക, എങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, നരകം അവരുടെ വാസസ്ഥലമായിരിക്കുന്നു. അവർക്ക് താമസിക്കാൻ ഒരു വീട് നരകത്തിൽ റെഡിയായിരിക്കുന്നു. ഭയപ്പെടണം നമ്മൾ. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അതിരുവിടുക, അള്ളാഹുവും റസൂലും നിശ്ചയിച്ച അതിർവരമ്പുകളെ, ഹുദൂദുകളെ മറികടക്കുക. പരലോകത്തേക്കാൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുക. അപ്പോഴാണല്ലോ ഹറാമ് ചെയ്യാൻ തോന്നുന്നത്, വാജിബുകൾ ഒഴിവാക്കാൻ തോന്നുന്നത്. പരലോകത്തേക്കാൾ ഈ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ്. അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ ആയാൽ അവർക്ക് പിന്നെ താമസിക്കാനുള്ള സ്ഥലം നരകമാണ് എന്നാണ്. എന്നാൽ പിന്നീട് പറയുന്നത്, വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി,
എന്നാൽ അള്ളാഹുവിൻ്റെ മഖാമിനെ, സ്ഥാനത്തെ, റബ്ബിൻ്റെ മഹത്വത്തെ ഭയപ്പെടുകയും അവൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നതിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാരോ. അങ്ങനെ ഭയപ്പെടുക മാത്രമാണോ? അല്ല. വനഹൻ നഫ്സ അനിൽ ഹവ, ദേഹേച്ഛയിൽ നിന്ന് സ്വന്തം നഫ്സിനെ തടഞ്ഞു വെക്കുകയും ചെയ്തു. അഥവാ മനസ്സ് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ മെനക്കെട്ടില്ല. മറിച്ച് ഹൃദയം പറയും, പക്ഷേ നോക്കും. ഹലാലാണോ മനസ്സ് പറയുന്നത് എങ്കിൽ ചെയ്യും, ഹറാമാണോ എങ്കിൽ ഞാൻ എൻ്റെ ദേഹേച്ഛയെ അനുസരിക്കൂല. ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാതെ അത് ഹറാമാണോ ഹലാലാണോ, ഇസ്ലാം അംഗീകരിക്കുന്നതാണോ അല്ലേ, പരലോകത്ത് ഉപകാരപ്പെടുമോ ഇല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണമുള്ളവരാവുകയും റബ്ബിനെ ഭയപ്പെടുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവർക്ക് സ്വർഗമായിരിക്കും വാസസ്ഥലം. സ്വർഗത്തിലാണ് അവരുടെ വീടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുക, നമുക്ക് സ്വർഗത്തിലാണോ ഒരു വീട് വേണ്ടത്, അതല്ല കത്തിയാളുന്ന നരകാഗ്നിയിലാണോ, നരകത്തിലാണോ ഒരു വീട് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. 2 വചനങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. സൂറത്തുൽ അഅലയിലെ 14-15 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ സ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. ആര്? മൻ തസക്ക, തസ്കിയത്ത് നേടിയെടുത്തവൻ, ഹൃദയ വിശുദ്ധി നേടിയെടുത്തവൻ വിജയിച്ചു. വദകറ സ്മ റബ്ബിഹി, അള്ളാഹുവിനെ ഓർക്കുകയും, ഫസല്ല, നമസ്കരിക്കുകയും ചെയ്തവർ. നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ദിക്റിനെ കുറിച്ച് പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ തസക്ക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഇത് പറയാനുള്ള കാരണം മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹു 2 കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. ഒന്ന് തഖ്വയുടെ വശം, മറ്റൊന്ന് അധർമ്മത്തിൻ്റെ വശം. ഫഅൽഹമഹാ ഫുജൂറഹാ, ഫുജൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നിവാസം, അധർമ്മം, തെറ്റ് ചെയ്യാനുള്ള ചായ്വ്. ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസ്സൂഇ, മനസ്സ് തെറ്റ് ചെയ്യാൻ ചായ്വ് കാണിക്കുന്നതാണ്. കാരണം എന്താണ്? അള്ളാഹു അതിൽ അങ്ങനെ ഒന്ന് സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ അതുമാത്രമാണോ? അല്ല. വതഖ്വ, ധർമ്മനിഷ്ഠയും സ്ഥാപിച്ചിട്ടുണ്ട്. ഭയഭക്തിയും സത്യം പറയലും നീതി തുടങ്ങിയ എല്ലാ നന്മകളുണ്ട്, എല്ലാ തിന്മകളിലേക്കുള്ള ചായ്വുമുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇതിൽ വിജയിക്കാൻ പറ്റുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്തിയത് അവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, എന്നാൽ അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. ഈ ഫുജൂറുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, ധർമ്മത്തിന് പകരം തഖ്വക്ക് പകരം തോന്നിവാസത്തിനാണ് ഒരാൾ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ തസ്കിയത്ത് നഷ്ടപ്പെടും. എന്നാൽ ആ ഫുജൂറിനെ അടിച്ചമർത്തി നന്മയുടെ വൃക്ഷത്തെയാണ് പരിപോഷിപ്പിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ തസ്കിയത്തിൻ്റെ വഴി ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഖുർആനും ഹിക്മത്തും പഠിപ്പിച്ചാണ് തസ്കിയത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് തസ്കിയത്ത് വേണമെങ്കിൽ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അതിലൂടെ തസ്കിയത്ത് നേടിയെടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 15-ാമത്തത് സൂറത്തു അൽ ബഖറയിലെ 283-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലിയുഅദ്ദില്ലദി തുമിന അമാനതഹു വൽയത്തഖില്ലാഹ റബ്ബഹ. ആർക്കൊക്കെയാണോ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ അമാനത്ത് ഏറ്റെടുത്തിട്ടുള്ളത്, അവർ അത് നിറവേറ്റണം. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പലരും ഏൽപ്പിച്ച അമാനത്തുകളുണ്ട്. ആ അമാനത്തുകളിൽ വഞ്ചന കാണിക്കരുത്. അത് ജോലിയിലാണെങ്കിലും ശരി, മറ്റു ഉത്തരവാദിത്തങ്ങളാകട്ടെ, ഏത് കാര്യങ്ങളാകട്ടെ, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളെ നിങ്ങൾ നിറവേറ്റണം. ഫൽയുഅദ്ദില്ലദി ഉത്തുമിന, അവിടെ ഉത്തുമിന എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്, നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് ചെയ്തതാണ്. എന്നിട്ട് നിങ്ങൾ അതിൽ വഞ്ചന കാണിക്കരുത്. അതുകൊണ്ടാണ് ഉടനെ പറഞ്ഞത് വൽയത്തഖില്ലാഹ റബ്ബഹ, അവർ അവരുടെ റബ്ബിനെ ഭയപ്പെടട്ടെ. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കണം, പൂർത്തീകരിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. അതിൽ നിന്ന് നമ്മുടെ സമയത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് 15ഓളം കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് വേറെയും കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ നിലക്ക് നാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ചെറിയ വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അമലാക്കുകയാണെങ്കിൽ വിജയകരമായിരിക്കും, സന്തോഷകരമായിരിക്കും നമ്മുടെ ജീവിതം ഈ ലോകത്തും പരലോകത്തും. അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.